തന്ത്രിയെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി കൊല്ലത്തെ കൊണ്ടുപോകണം. കൊല്ലം വിജിലൻസ് കോടതിയിലേക്കാണ് അങ്ങോട്ടേക്കാണ് കൊണ്ടുപോവുക. അവിടെ കോടതിയില്ലെങ്കിൽ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കലാകും ഉണ്ടാവുക. ഷഫീദ് റാവത്ത് ചേരുന്നു. ഷഫീദ്, ഇനി അറിയാനുള്ള കാര്യം ഈ തന്ത്രിക്ക് ഈ മാരകമായ ക്ഷേത്രക്കൊള്ളയിലെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. റിമാൻഡ് റിപ്പോർട്ടിൽ അതിന്റെ പൂർണ്ണ വിവരങ്ങൾ ഉണ്ടാവില്ലെങ്കിലും അതിലേക്ക് നയിക്കുന്ന നിർണായക സൂചനകൾ ആ റിപ്പോർട്ടിൽ ഉണ്ടാകും. ഷഫീദ്, ഒറ്റയുമായി വളരെ അടുത്ത ബന്ധം തന്ത്രിക്കുണ്ട് എന്നുള്ളതാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ. വളരെ അടുത്ത ബന്ധം എന്നുള്ളതുകൊണ്ട് മാത്രം ഈ അറസ്റ്റിലേക്ക് എന്തായാലും എസ് ഐ ടി കടക്കില്ല. കാര്യം അവിടെ ശബരിമലയിലെ ശബരിമലയിലെ അയ്യപ്പൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട VIP ആരെന്ന് ചോദിച്ചാൽ അത് ഉറപ്പായും അത് തന്ത്രി തന്നെയാണ്. കാര്യം പ്രതിഷ്ഠയുടെ പ്രതിസ്ഥാനീയൻ എന്ന് പറയുമ്പോൾ വിശ്വാസികൾ ആ സ്ഥാനത്തിന്, വ്യക്തിക്കല്ല ആ സ്ഥാനത്തിന് കൽപ്പിച്ചു കൊടുക്കുന്ന ദിവ്യത്വം, കൽപ്പിച്ചു കൊടുക്കുന്ന പ്രാധാന്യം, ഔന്നത്യം എത്രത്തോളം വലുതാണെന്നറിയാം. അപ്പോൾ ആ ഔന്നത്യത്തിൽ നിൽക്കുന്ന, ആ പദവിയിൽ നിൽക്കുന്ന ഒരാളെ എസ് ഐ ടി ഇതുപോലൊരു കേസിൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായ തെളിവില്ലാതെ എന്തായാലും അറസ്റ്റ് ചെയ്യില്ല. അപ്പോഴും ഇന്നലെ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ എതിർത്തു കൊടുത്ത റിപ്പോർട്ടിൽ ഇത്തരത്തിൽ തന്ത്രിയോട് ആരും അഭിപ്രായം ചോദിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള അനുജ്ഞകളൊന്നും അനുജ്ഞ എന്ന് പറയുമ്പോൾ അനുവാദം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനമേ ഉണ്ടായിട്ടില്ല ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് എസ് ഐ ടി കോടതിയിൽ പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന സാങ്കേതികത്തിനപ്പുറം ഏത് ലെവലിലാണ് തന്ത്രിക്ക് ഈ കൊള്ളയിൽ പങ്ക് എന്ന കാര്യമൊക്കെ നമുക്കിനി വ്യക്തമാകേണ്ടതുണ്ട്. അത് പറയേണ്ടത് എസ് ഐ ടി ആണ്. അതൊരു പക്ഷേ റിമാൻഡ് റിപ്പോർട്ട് വഴി എസ് ഐ ടി നേർക്കുന്ന വിവരങ്ങളൊന്നും പറയാറില്ല. മാത്രമല്ല അങ്ങനെ പറയരുത് എന്ന് കൃത്യമായി കോടതിയുടെ നിബന്ധനയുണ്ട്. റിമാൻഡ് റിപ്പോർട്ടും അല്ലെങ്കിൽ പേപ്പറുകൾ മുഖാന്തരമാണ് മാധ്യമങ്ങൾക്ക് അത്തരം വിവരങ്ങൾ കിട്ടുക. അല്പസമയത്തിനകം ആ റിമാൻഡ് റിപ്പോർട്ടിൽ അതിലേക്ക് വെളിച്ചം വീശുന്ന കൃത്യമായ ചില സൂചനകൾ ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. ഷഫീദ് റാവത്ത് ചെയ്യുന്നു. ഷഫീദ്, കൊല്ലത്തേക്ക് എപ്പോഴെത്തും എന്നാണ് മനസ്സിലാക്കേണ്ടത്? റിമാൻഡ് റിപ്പോർട്ടിന്റെ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് എപ്പോൾ നൽകാൻ കഴിയും? ഷഫീദ്, ഹഷ്മി, കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരും. മാത്രമല്ല അക്കാര്യത്തിലാകും എന്താണ് തന്ത്രിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുണ്ടായ ബന്ധം. അത് കേവലം കോൺസ്പിറസി മാത്രമാണോ, അതല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിന്റെ പ്രധാനി, സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചനയിൽ പ്രധാനപ്പെട്ട ആൾ എന്ന രീതിയിൽ തന്ത്രി മാറുന്നുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അപ്പോഴായിരിക്കും നമുക്ക് വിവരങ്ങൾ അറിയാൻ കഴിയുക. ഇതുവരെ നമ്മുടെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസന്വേഷണത്തിന്റെ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് ഇതുവരെയുള്ള നീക്കത്തിൽ സാധാരണഗതിയിൽ കോടതിയിൽ കൊടുക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ പരിമിതമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് നൽകുക. അതിനൊക്കെ അപ്പുറമുള്ള വിവരങ്ങൾ അത് എസ് ഐ ടി അറിയിക്കുക ഹൈക്കോടതിയെ രഹസ്യ റിപ്പോർട്ടായിട്ടാണ്. ആ റിപ്പോർട്ട് ഇതുവരെയും ഒരു റിപ്പോർട്ട് പോലും, അതിന്റെ പകർപ്പിന്റെ ഒരു തുണ്ട് പോലും നമ്മൾ ഇതുവരെയും പുറത്ത് കണ്ടിട്ടില്ല. കോടതി ആ റിപ്പോർട്ട് മനസ്സിലാക്കിയ ശേഷമുള്ള കോടതിയുടെ ഉത്തരവുകൾ മാത്രമാണ് ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കോടതി അന്വേഷണ പുരോഗതിയിൽ തൃപ്തിയടക്കം വ്യക്തമാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എസ് ഐ ടി ഇതുവരെ കണ്ടെത്തി, എന്തൊക്കെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള അറസ്റ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ എസ് ഐ ടി പങ്കുവെക്കുന്ന പ്രാഥമിക വിവരമനുസരിച്ച് സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് തന്ത്രിക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നു, കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതൊക്കെ നടത്താൻ പോകുന്നുവെന്ന് കൃത്യമായ വിവരം അത് തന്ത്രിക്കുണ്ടായിരുന്നു. അക്കാര്യത്തിലെ മൗനാനുവാദം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തിന് പുറത്തേക്കുള്ള യാത്രയിലടക്കം കാര്യമായിട്ടുള്ള സംശയങ്ങളുണ്ട്. ചെന്നൈയിലും ബാംഗ്ലൂരും നടത്തിയ യാത്രകളിൽ സംശയമുണ്ട്, മൊഴികളുണ്ട്, തെളിവുകളുണ്ട്, ജീവനക്കാരുടെ അടക്കം മൊഴികൾ ഇക്കാര്യത്തിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ സർവ്വസ്വാധീനമുള്ളയാളാക്കി മാറ്റിയത് തന്ത്രി കണ്ഠരര് രാജീവരാണെന്നൊക്കെയുള്ള കണ്ടെത്തൽ ഇപ്പോൾ എസ് ഐ ടി നടത്തുന്നുണ്ട്. അതിന്റെ തെളിവടക്കം ശേഖരിച്ച ശേഷമാണ് അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടന്നിട്ടുള്ളത്. ഏതായാലും വളരെ ചെറിയ മിനിറ്റുകളുടെ ആകാംക്ഷ മാത്രമാണ് എന്താണ് അന്വേഷണ സംഘം ആ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ള കാര്യം അറിയാൻ എന്നത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഹഷ്മി, ഷഫീദ്, ഈ മറ്റേ വാജിവാഹനത്തിന്റെ കാര്യം മാത്രമല്ല, വാജിവാഹനം ഇപ്പോഴും ഒരു ദുരൂഹമായി തന്ത്രിയുടെ പക്കലെത്തിയത്, അതിനെപ്പറ്റി മിണ്ടാതിരിക്കൽ, പിന്നെ പ്രശ്നമാകുമ്പോൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പിന്നെ പറയൽ, വാജിവാഹനം അത് വേറെ എപ്പിസോഡാണ്. ഇവിടെ ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്നത് മുതൽ സംശയനിഴലിൽ ഉണ്ടായിരുന്ന പേരുകളിൽ ഒന്നാണ് ഈ കണ്ഠരര് രാജീവരുടെ പേര്. ആദ്യം മുതൽ തന്നെ ഏറിൽ കേൾക്കുന്ന പേരാണ്. മാത്രമല്ല പത്മകുമാർ ആദ്യം മുതൽ തന്നെ ദൈവതുല്യർ എന്ന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞ പത്മകുമാർ ഈ മൊഴിയിൽ, തന്ത്രിക്കെതിരായ മൊഴിയിൽ കട്ടക്കുറച്ചു നിൽക്കുന്നു എന്നാണ് അറിയാനും കഴിഞ്ഞത്. പത്മകുമാറിന്റെ മൊഴി ഈ അറസ്റ്റിൽ നിർണായകമായ ഒരു ഘടകമായിട്ടുണ്ടോ ഷഫീദ്? ഹഷ്മി, ഉറപ്പായിട്ടും. കാരണം പത്മകുമാർ, അതേപോലെ തന്നെ KP ശങ്കരദാസ്, കൂടാതെ N വിജയകുമാർ, ഈ 3 പേരുടെയും മൊഴികളിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതിൽ തന്ത്രിക്ക് ഇക്കാര്യത്തിൽ അറിവുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇവരുടെ മൊഴികളിൽ അന്വേഷണ സംഘത്തിന്റെ സംശയത്തിൽ നിന്നാണ് വളരെ വിശദമായി തന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടന്നത്. മാത്രമല്ല പത്മകുമാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എസ് ഐ ടി പുറത്തു പറയാത്ത ചില വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളിൽ തന്ത്രിയുടെ പങ്കിനെക്കുറിച്ച് പത്മകുമാർ വിവരം നൽകിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അത് സ്വാഭാവികമായും തന്ത്രി കണ്ഠരര് രാജീവർക്ക് കുരുക്കായി എന്നുള്ള കാര്യം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും.
കഴിയും. ഏതായാലും ആ രീതിയിൽ തന്ത്രിയുടെ പങ്ക് അല്ലെങ്കിൽ തന്ത്രിയുടെ ഇൻവോൾവ്മെന്റ്, തന്ത്രിയുടെ മൗനാനുവാദം അതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ തെളിവ് അത് അന്വേഷണ സംഘത്തിന് പക്കലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷേ റിമാൻഡ് റിപ്പോർട്ടിന് ശേഷം നാളെയൊക്കെ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അത് വളരെ വളരെ ഞെട്ടലുണ്ടാക്കുന്ന വിവരമായിരിക്കാം. മാത്രവുമല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട് ഗോവർദ്ധൻ അടക്കം ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. ഗോവർദ്ധനുമായി ഒരുപക്ഷെ തന്ത്രിക്ക് പരിചയമുണ്ടാകാം എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം ഇതിന്റെ പുനഃപ്രതിഷ്ഠാ സമയത്ത് അല്ലെങ്കിൽ ഇത് തിരികെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്ന സമയത്തൊക്കെ ഗോവർദ്ധൻ ശബരിമലയിൽ എത്തിയ ആളാണ്. കട്ടിളവാതിലുകൾ കൊണ്ടുവന്നപ്പോൾ സ്വാഭാവികമായും ആ രീതിയിൽ തന്ത്രിയുമായി പരിചയവും അടുപ്പവും ഒക്കെ ഉള്ള ആളാകാം എന്നുള്ള വിലയിരുത്തലുണ്ട്. അതിന്റെയൊക്കെ വിവരങ്ങൾ കോടതിയിൽ നൽകുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. ഷഫീദ്, 9-10 പുറത്തു വന്ന 10 ഇടക്കാല ഉത്തരവുകളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ SITയുടെ ഭാഗത്തുനിന്നോ കോടതിയുടെ ഭാഗത്തുനിന്നോ തന്ത്രിയെ പറ്റി ഏതെങ്കിലും തരത്തിലുള്ള പരാമർശം ഉണ്ടായിരുന്നതേ ഇല്ല. ആകെ ഉണ്ടായത് ഏറ്റവും ഒടുവിലുണ്ടായത് ഈ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ എതിർക്കുന്ന റിപ്പോർട്ടിലാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് തന്ത്രിക്ക് ഇതിൽ കാര്യമായ ബന്ധമില്ല എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടിൽ SIT പറയുന്നത്. പോട്ടെ, ഇവിടെ ഈ ദേവസ്വം വിജിലൻസ്, ആദ്യം അന്വേഷിച്ച ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ തന്ത്രിയുടെ ഒരു കുറിപ്പിനെ പറ്റി ഒരു സൂചന ഉണ്ടായിരുന്നല്ലോ. ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞു എന്ന കുറിപ്പിൽ തന്ത്രി പരാമർശിക്കുന്ന മട്ടിലായിരുന്നു ആ റിപ്പോർട്ട്. ആ കുറിപ്പിലടക്കം കൂടുതൽ വിവരങ്ങൾ ഇനി കേരളത്തിന് അറിയേണ്ടതുണ്ട്. ഷഫീദ്, അറസ്റ്റ് നടന്ന സാഹചര്യത്തിൽ ഉറപ്പായിട്ടും. കാരണം ഇതിന്റെ ഒരു ഇനിഷ്യൽ ഫോമാറ്റ് അതല്ലെങ്കിൽ ആദ്യഘട്ട നീക്കം നടക്കുന്നത് തന്ത്രിയിൽ നിന്നാണ്. കാരണം അന്ന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പത്മകുമാറൊക്കെ പറഞ്ഞിരുന്ന കാര്യം തന്ത്രി നൽകിയിരിക്കുന്ന കത്തിന്റെ അടിസ്ഥാനത്തിൽ നീക്കം നടത്തിയെന്നുള്ളതാണ്. എന്നാൽ ആ കത്ത് തുടങ്ങി വെച്ചത് തന്ത്രി ആയതുകൊണ്ട് തന്നെ തന്ത്രിയെ കേന്ദ്രീകരിച്ച് കോൺസ്പിറസിയിൽ കാര്യമായ അന്വേഷണം അന്നേ SIT നടത്തുന്നുണ്ടായിരുന്നു. മാത്രമല്ല, SITയെ സംബന്ധിച്ചിടത്തോളം തന്ത്രിയിലേക്ക് എത്തുക അതത്ര എളുപ്പമായിരുന്നില്ല. കൂടാതെ എല്ലാ ഉദ്യോഗസ്ഥരിൽ നിന്നും, പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരം ശേഖരിക്കണം. നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ അത് ഇന്നും ഇന്നലെയുമായി ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടന്നു. അത് ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീയുടെ ചോദ്യം ചെയ്യലായിരുന്നു. മുൻകൂർ ജാമ്യം നേടിയ ജയശ്രീ കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരായി അവരെയും ചോദ്യം ചെയ്തു. അങ്ങനെ ഈ കേസിൽ നിലവിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെയും 1, 2, 3 തവണയൊക്കെ ചോദ്യം ചെയ്ത് അതിൽ തന്ത്രിയുടെ പങ്കടക്കം ഉറപ്പിച്ച ശേഷമാണ് അന്വേഷണ സംഘം ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നിട്ടുള്ളത്. അതിൽ തന്നെ ആ കത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം ഇത് പോയത്, അതായത് സാധാരണഗതിയിൽ ശബരിമല സന്നിധാന പരിധിയിൽ നിന്നും ഒരു സാധനം പുറത്തേക്ക് പോകുമ്പോൾ അത് വിശ്വാസ ലംഘനമുണ്ടോ, ആചാര ലംഘനമുണ്ടോ, പ്രതിഷ്ഠാ ലംഘനമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതും സ്ഥിരീകരിക്കേണ്ടതും അത് ആക്ട് ചെയ്യേണ്ടതും തന്ത്രിയാണ്. ആ തന്ത്രി തന്നെ അക്കാര്യത്തിൽ മൗനം നടിച്ചു എന്നാൽ അതിൽ കോൺസ്പിറസിയിലടക്കം തന്ത്രിക്ക് പങ്കുണ്ട് എന്നുള്ളതിന് ഡയറക്റ്റ് തെളിവായി SIT ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇനിയും ചില വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരും. അതൊരു പക്ഷേ കേരളത്തെ തന്നെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളായിരിക്കാം പുറത്തേക്ക് വരിക. അശ്വിനി, ഷഫീദ്, സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയത് ഈ ദേവസ്വം ബോർഡിന്റെ തീരുമാനപ്രകാരമാണെന്നും ഈ സ്വർണ്ണപ്പാളികൾ പുതുക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ദേവദൂതം നോക്കി അനുവാദം നൽകുക മാത്രമാണ് എന്നാണ് കണ്ഠർ രാജീവരും കണ്ഠർ മോഹനും മൊഴി നൽകിയത്. അങ്ങനെ തന്നെയാണ് തന്ത്രി രാജീവര് പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ചതും. അങ്ങനെയല്ല എന്നാണോ SITയുടെ കണ്ടെത്തൽ? ഷഫീദ്, ഇതിന്റെ ഒരു ടോട്ടാലിറ്റിയിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ വിഷയത്തിൽ തന്ത്രിയുടെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് കേവലം ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ല, പല വിഷയങ്ങൾ ഈ വിഷയത്തിലുണ്ട്. അതിൽ 2019 ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളും അതേപോലെ കട്ടിളപ്പാളികളും എവിടേക്ക് കൊണ്ടുപോയി എന്നതിനപ്പുറത്തേക്ക് അതിന്റെ കോൺസ്പിറസി മേക്കിങ്ങിൽ അല്ലെങ്കിൽ ഗൂഢാലോചന നിർമ്മിതിയിൽ അദ്ദേഹത്തിനും പങ്കുണ്ട് എന്നുള്ളതാണ് SIT ഇപ്പോൾ ഉറപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി പങ്കജ് ഭണ്ഡാരി അതേപോലെ തന്നെ ഗോവർദ്ധൻ എന്നിവരുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കണ്ടെത്തൽ. മൂന്നാമത്തേത് ഈ ആറന്മുള കേന്ദ്രീകരിച്ച് ഒരു ഗൂഢാലോചന നടന്നു എന്നുള്ള സംശയം SITക്കുണ്ട്. അതിനകത്താണ് പത്മകുമാർ അടക്കം കുടുങ്ങിപ്പോയത്. ആ ഗൂഢാലോചനയിൽ തന്ത്രിക്കും പങ്കുണ്ടോ എന്നുള്ള സംശയം ഉണ്ട്. അത് നേരത്തെ തന്നെ SIT വ്യക്തമാക്കുന്നു, അല്ലെങ്കിൽ രഹസ്യ സ്വഭാവത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് ഉറപ്പിച്ചോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ചെന്നൈയിലും ബാംഗ്ലൂരിലും തന്ത്രിക്കുള്ള ബന്ധം അതും ഇതിന്റെ ഭാഗമാണ്. മാത്രവുമല്ല, അതിലടക്കം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൽ ആർക്കൊക്കെ പങ്കുണ്ട്, സ്മാർട്ട് ക്രിയേഷൻസ് ആരുടെ സ്ഥാപനമാണ്, സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ വരേണ്ടതുണ്ട്. തന്ത്രിക്ക് മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയേണ്ടതുണ്ട്. ക്ഷേത്രക്കൊള്ളയിൽ തന്ത്രിക്ക് നേർക്കുന്ന ബന്ധമുണ്ടോ എന്നറിയേണ്ടതുണ്ട്. ഈ പറയുന്ന എന്താണ് ഈ അനുജ്ഞ അല്ലെങ്കിൽ തന്ത്രിയിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ഒപ്പീനിയൻ തേടിയിട്ടില്ല എന്ന ഏറ്റവും ഒടുവിൽ SIT കോടതിയിൽ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നറിയേണ്ടതുണ്ട്. ഇനി അതിനൊക്കെ അപ്പുറം ഈ പറയുന്ന ഗോവർദ്ധൻ ഭണ്ഡാരി പോറ്റി ട്രയോ, ക്രിമിനൽ ട്രയോയിൽ ഈ തന്ത്രിക്ക് കൂടി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ, ചെന്നൈ ബന്ധങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യമൊക്കെ അറിയേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ തന്ത്രിയുമായി ബന്ധപ്പെട്ട കേസിൽ അറിയാൻ എന്തായാലും കേരളത്തിന് താല്പര്യമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.